ഹലോ മക്കളെ, ഞാൻ വീണ്ടും എത്തിയ ഒരു മലയാളം ക്ലാസ്സുമായിട്ട്. നമ്മൾ ചിഹ്നങ്ങൾ ഒരു പാർട്ട് കഴിഞ്ഞു. എല്ലാം കൂടെ ഒറ്റ പാർട്ടിൽ പോയാൽ നിങ്ങൾക്ക് വിഷമാവുമല്ലോ എന്ന് വിചാരിച്ചാൽ രണ്ടാമതൊരു പാർട്ടായിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നോക്കാം. ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണണേ. ഓക്കെ, യെസ്. അപ്പോൾ അടുത്തത് നോക്കി, ഇത് ബ്രാക്കറ്റ് അല്ലേ? ബ്രാക്കറ്റ് എന്ത് പറയും? വലയം എന്ന് പറയും. വലയം, ബ്രാക്കറ്റ് വലയം. ബ്രാക്കറ്റ് എന്തുവാ? വലയമാണ്. വലയം എഴുതിക്കൂടെ പഠിച്ചോ കേട്ടോ, അപ്പോൾ പിന്നെ കുറച്ചുകൂടെ എളുപ്പമാവും. വലയം, ബ്രാക്കറ്റ്. അടുത്തത് നോക്ക്, സ്ക്വയർ ബ്രാക്കറ്റ്, കോഷ്ടം. അതെ, ഈ ബ്രാക്കറ്റ് ഇങ്ങനെ ആദ്യത്തെ വലയം ഇടാൻ കുറച്ച് എളുപ്പമല്ലേ. ഈ സ്ക്വയർ ബ്രാക്കറ്റ് ആണെങ്കിൽ 3 സൈഡൊക്കെ വരച്ച് കഷ്ടമല്ലയോ? കുറച്ച് കഷ്ടമാണ് സ്ക്വയർ ബ്രാക്കറ്റ് ഇടാൻ. കോഷ്ടമാണ്, കഷ്ടമാണ് സ്ക്വയർ ബ്രാക്കറ്റ് ഇടാൻ അല്ലേ? സ്ക്വയർ ബ്രാക്കറ്റ് കഷ്ടമാണ്, മറ്റേതാകുമ്പോൾ സിമ്പിളാണ്, പെട്ടെന്ന് ഇട്ട് പോവാം. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ് കോഷ്ടം. അടുത്തത് എന്താ? രേഖ, ഡാഷ്. പൂരിപ്പിക്കുമ്പോൾ ഒക്കെ ഇടുന്ന സാധനമില്ലേടാ ഡാഷ്, അതാ രേഖയാണ്. ഏതാണ്? രേഖ. അടുത്തത് എന്താ? ഹൈഫൺ, ശൃംഖല. ഹൈഫൺ, ശൃംഖല. ഹൈഫൺ എന്താണ്? ശൃംഖല. ഹൈഫൺ, ശൃംഖല. ഓക്കെ, ദെൻ അടുത്തത് നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ എഴുതി കൊണ്ടുവരുമ്പോൾ ഏതെങ്കിലുമൊക്കെ അക്ഷരം വിട്ടു പോവുകയാണെങ്കിൽ താഴെ നമ്മളിങ്ങനെ ഒരു ചിഹ്നം കൊടുക്കത്തില്ലേ? ഈ കാണുന്ന ചിഹ്നം കൊടുത്തിട്ട് മുകളിൽ എഴുതി ചേർക്കത്തില്ലേടാ? ഓക്കെ, അതിന് പറയുന്ന പേര് പാടിനി അഥവാ ഹംസപാദം. മിക്കവാറും ഓപ്ഷൻ അത് ഈ ഹംസപാദം എന്നതാണ് തന്നിട്ടുള്ളത്. ഹംസപാദം. പിന്നെ ക്യാരറ്റ് എന്നാ പറയുക, ക്യാരറ്റ്. ഓക്കെ, യെസ്. അത് നമുക്ക് വലിയ പിടുത്തമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് വേണ്ടിയിട്ട് വായിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ പേര് ക്യാരറ്റാണെന്ന് എനിക്ക് മനസ്സിലായത്. യെസ്. അപ്പോൾ ക്യാരറ്റിന് വർണ്ണം നൽകുന്ന വസ്തു ഏതാ? കരോട്ടിനാണ്. ഏതാ? കരോട്ടിനാണ്. ഓക്കെ, അപ്പോൾ എന്താ? ക്യാരറ്റാണ് പാടിനി അഥവാ ഹംസപാദം. ഹംസപാദം, പാടിനി. അടുത്തൊരു ചിഹ്നം കണ്ടോ, എഫ് പോലെ ഇരിക്കുന്നത്? ഇത് വളരെ റെയറായിട്ട് 1-2 തവണ PSC ചോദിച്ച ഒരു ചോദ്യമാണ്. പ്രശ്ലേഷം എന്ന് പറയുന്നതാണ്. പ്രശ്ലേഷം ഇത് സംസ്കൃത ഭാഷയിലെ ചില പദങ്ങൾക്കിടയിലാണ് ഈ പ്രശ്ലേഷം ഉപയോഗിക്കുന്നത്. 1-2 തവണ PSC ചോദിച്ചു എന്നുള്ളത് കൊണ്ട് ഞാനും ഈ വീഡിയോയ്ക്കകത്തത് ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പ്രശ്ലേഷം, ഇതിൻ്റെ മറ്റു ഇംഗ്ലീഷ് വേർഡൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ എഫ് ചരിച്ചിങ്ങനെ ഇട്ടിട്ട് ഒരു വര അല്ലേ? യെസ്. പ്രശ്ലേഷം സംസ്കൃത ഭാഷയിലെ ചില പദങ്ങൾക്കിടയിൽ ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണ് പ്രശ്ലേഷം. ചിഹ്നം അഥവാ അടയാളം. ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. ബ്രാക്കറ്റ്, വലയം. ബ്രാക്കറ്റ്, വലയം. ഈ നമ്മൾ സാധാരണയായിട്ട് ഈ ബ്രാക്കറ്റിൽ നിന്ന് ഉത്തരം എടുക്കുക എന്ന് പറയുന്നത് നമ്മളൊരു വലയുന്ന കാര്യമാണ് അല്ലയോ? ബ്രാക്കറ്റിൽ നിന്ന് ശരി ഉത്തരം എടുക്കുന്നത് ഇച്ചിരി വലയും. ബ്രാക്കറ്റിൽ നിന്ന് ശരി ഉത്തരം എഴുതാൻ ഇച്ചിരി വലയത്തില്ലേടേ, അതാ വലയം അഥവാ ബ്രാക്കറ്റ്. അടുത്ത സ്ക്വയർ ബ്രാക്കറ്റ്, കോഷ്ടം. നമ്മൾ നേരത്തെ പറഞ്ഞു, സാധാരണ ബ്രാക്കറ്റിനേക്കാൾ വലയത്തേക്കാൾ കുറച്ച് കഷ്ടം പിടിച്ച പണിയാണ് സ്ക്വയർ ബ്രാക്കറ്റ് എഴുതാനായിട്ട് അല്ലേ? അപ്പോൾ 3 സൈഡ് ഉണ്ട് ഓരോ, അപ്പോൾ അത് കഷ്ടമാണെന്ന് ഓർക്കാം. കോഷ്ടം. ഇനി രേഖ. രേഖ നീണ്ടു കിടക്കുമില്ലയോ? രേഖ. ഓക്കെ, ഡാഷ്, രേഖ. ഓക്കെ, അടുത്ത ഹൈഫൺ. എന്താണ് പറയുന്നത്? ശൃംഖല എന്നാണ് പറയുന്നത്. ഹൈഫൺ എന്നത് പറയും? ശൃംഖല. ഹൈഫൺ, ശൃംഖല. അപ്പോൾ എന്താ? ക്യാരറ്റ്. SVA തിരിച്ച് താഴേക്ക് ഇട്ടേക്കുക. പാടിനി അഥവാ ഹംസപാദം. പാടിനി, ഹംസപാദം. പ്രശ്ലേഷം എന്താ? സംസ്കൃത ഭാഷയിൽ ചില പദങ്ങൾക്കിടയിൽ ഉപയോഗിക്കുന്ന ഒരു സിമ്പലാണ് ഈ കാണിക്കുന്നത്. അതിനെന്തെന്നറിയപ്പെടും? പ്രശ്ലേഷം. ഇനി നമ്മൾ പറയുന്ന പോലെ നിങ്ങൾക്കുള്ള ഒന്ന് മെമ്മറൈസ് ചെയ്യാനുള്ളൊരു സമയമാണ്. സ്ക്രീനിൽ നിന്ന് കണ്ണൊക്കെ ഒന്ന് മാറ്റിയ കുഞ്ഞുങ്ങൾ ആത്മാർത്ഥമായിട്ടിരുന്നേ. കണ്ണൊക്കെ ഇങ്ങനെ വീഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഇച്ചിരി ഒന്ന് കണ്ണൊക്കെ ഒന്ന് മാറ്റി ശ്രദ്ധ ഇവിടെ നിൽക്കട്ടെ. യെസ്. ഓക്കെ, ഞാനിനി പറയുമ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള മലയാളം കിട്ടുന്നൊന്ന് നോക്കി. ബ്രാക്കറ്റ്, വലയം. ഞാൻ ചെറിയൊരു ഗ്യാപ്പ് തരുന്നത് നിങ്ങൾക്ക് ഒന്ന് റിക്കളക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രാക്കറ്റ്, വലയം. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ്, കോഷ്ടം. ഓക്കെ, ഡാഷ്, രേഖ. ഡാഷ്, രേഖ. ഹൈഫൺ, ശൃംഖല. ഇത് പറയുമ്പോൾ തന്നെ ആ സിമ്പലൂടെ ഒന്ന് ഓർത്തു പോണേ. ഹൈഫൺ, ശൃംഖല. ഓക്കെ, ക്യാരറ്റ്, പാടിനി, ഹംസപാദം. ഈ ക്യാരറ്റ് എന്നുള്ള വാക്ക് അത്ര പിടുത്തമില്ലെങ്കിൽ ആ സിമ്പൽ വെച്ചൊക്കെ പിടിച്ചോളേ. ക്യാരറ്റിൻ്റെ കാര്യം ഒന്ന് ഓർത്തുകൊണ്ടിരിക്കരുത്. ദെൻ ചരിച്ചിട്ട എഫ്, പ്രശ്ലേഷം. സംസ്കൃത ഭാഷയിലെ ചില പദങ്ങൾക്കിടയിൽ ഉപയോഗിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. നല്ലതുപോലെ പഠിച്ചു മക്കളെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.